വിശുദ്ധ ഗീവർഗീസ് പുണ്യാളന്റെ തിരുനാളിനോടനുബന്ധിച്ച് പ്രദക്ഷിണം പള്ളി അങ്കണത്തിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ്. തടിച്ച സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക് അല്ല, അവിടെ തടിച്ചു നിൽക്കുന്ന സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ ഇങ്ങനെ തിക്കും തിരക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ പ്രദക്ഷിണം പള്ളിയിലേക്ക് കയറുന്നില്ല. അപ്പൊ നിങ്ങളൊന്ന് മാറുന്നില്ല. എന്റെ അന്നാമ നിന്നോടും കൂടിയാണ് ഞാൻ ഈ പറയണത്. ഒന്ന് മാറുന്നു. അതെ 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 അന്നമ്മ അവിടെ നിക്കട്ടെ. അന്നമ്മ അവിടെ നിൽക്കുന്നത് കാണാനേ ഒരഴക. നീ അഴക് കാണാനാണോ വന്നത്, മെഴുക് വിൽക്കാനാണോ വന്നത്? മെഴുക് വിൽക്കാൻ. എന്നാ മെഴുക് വിറ്റാച്ചാൽ മതി. അവിടെ മനുഷ്യന് ഉരുകയാണ്. എനിക്ക് ടെൻഷനാണെന്ന്. മെൻഷനാ ഒരൊറ്റ അടി വെച്ചാണ്ടല്ല. ഞാനാണ് ഈ പള്ളിയിലെ പ്രസിഡന്റ്. ഇവിടുത്തെ പള്ളി പെരുന്നാൾ മൊത്തം എന്റെ തലയിലാണെന്ന്. അല്ലേലും പള്ളി മൊത്തം നിന്റെ തലയിലില്ലേ? ഒരൊറ്റ അടി ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായിരിക്കട്ടെ. പീറ്ററെ, ഈ പള്ളിയിൽ ഒരു കുരിശ് വെക്കണമെന്ന് പറഞ്ഞിട്ട് എന്തായി? ഞാൻ വെച്ചില്ലച്ചോ. ഇവൻ ഇവിടെ നിൽക്കണോണ്ട് പിന്നെ വേറൊരു കുരിശ് വേണ്ടെന്ന് തോന്നിയച്ചോ. അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഈ പള്ളിപ്പറമ്പിൽ ഒരു ഹ്യൂമർ കേൾക്കുന്നുണ്ട്. ഹ്യൂമറോ? അല്ല, ഒരു കരക്കമ്പി കേൾക്കുന്നുണ്ട്. എന്താണ് കരക്കമ്പി? അതായത് നമ്മുടെ മോനച്ചന്റെ പെങ്ങള് കഴിഞ്ഞ വർഷത്തെ പള്ളി പെരുന്നാളിന് ഇവിടെ ലേറ്റ് ആൻഡ് സൗണ്ടിന് വന്ന് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ? അതെനിക്കറിയാലോ. അപ്പൊ അവർ ഈ പള്ളി പെരുന്നാൾ അവരിവിടെ വരുന്നുണ്ട്. അപ്പൊ ഇത് അറിഞ്ഞ നമ്മുടെ മോനച്ചുണ്ടല്ലോ, കുത്തുന്ന് പറഞ്ഞ് നിക്കാണ്, വെട്ടിക്കൊല്ലുന്ന് പറഞ്ഞ് നിക്കാണ്. എനിക്കാണെങ്കിൽ ആകെ ഒരു ടെൻഷനായിട്ടും പാടില്ലച്ചോ. ടെൻഷൻ അടിക്കണ്ട പീറ്ററെ. ഞാനിവിടെ പള്ളിയില് അച്ഛനായി നിൽക്കുന്നിടത്തോളം കാലം എന്തായാലും ഈ മോനിച്ചൻ ഇവിടെ പ്രശ്നം ഉണ്ടാകത്തില്ല. അത് അച്ഛന് പറയാം. കഴിഞ്ഞ വർഷം നമ്മളൊരു നാടകം വെച്ച് മോനച്ചനടി ഉണ്ടാക്കിയ, പിന്നെ ഒരു ഗാനമേള വെച്ച് മോനച്ചനടി ഉണ്ടാക്കിയ, ചവിട്ട് നാടകം വെച്ച് മോനച്ചനടി ഉണ്ടാക്കിയില്ലേ? ഉണ്ടാക്കിയില്ല. ചവിട്ട് നാടകത്തിനോട് അവൻ ചെന്ന് ഇടപെട്ട് കഴിഞ്ഞാൽ അവരെടുത്തിട്ട് ചവിട്ടുമെന്ന് അവനറിയാം. എന്തൊക്കെ പറഞ്ഞാലും ശരി, മോനച്ചൻ ഈ പള്ളി പെരുന്നാൾ അലമ്പാക്കോച്ചോ. ഇവിടെ പ്രശ്നം ഉണ്ടാവില്ലെന്ന്. കപ്പിയാരെ, മണിയടിക്കോ? ഞാൻ ഇവിടെ നിന്നാലും മണിയടിക്കും അവിടെ നടന്നു. ഈ കരക്കാരെല്ലാരും പറയുന്നുണ്ട് തനിക്ക് ആവശ്യത്തിനും അത്യാവശ്യത്തിനും ഒക്കെ താൻ മണി അടിക്കുന്നുണ്ടെന്ന്. റാസ ഇറങ്ങാൻ സമയം. അപ്പൊ പറഞ്ഞ ശരിയാ, മോനിച്ച വന്നു കഴിഞ്ഞാൽ ഈ പള്ളിപ്പെരുന്നാല് കൊള ആവും. അങ്ങനെ കൊളവേള സാധ്യതയില്ല. ഈ മോനച്ചനുണ്ടല്ലോ, ചെറിയ രീതിയിൽ എന്നെ ഭയങ്കര പേടിയാണ്. എന്നെ കണ്ടല്ല മുള്ളിക്കളയവൻ. അങ്ങനെ ചെറിയ പ്രശ്നം ഉണ്ടവന്. അയ്യോ, മോനിച്ചും വരുന്നു. മോനിച്ചന്റെ പെങ്ങളെ തട്ടിക്കൊണ്ട് പോയവൻ എന്റെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ കത്തിച്ചിരിക്കും. ഞാൻ നീയാ കത്തിക്ക് വന്നാ? ഇപ്പോഴാ? അടുത്ത വെള്ളിയാഴ്ച പോരെ. എടാ പോളേർക്ക അവിടുന്ന്. എടാ ആദ്യം നിന്റെ പെണ്ണുമ്മയുടെ കൂടെ നടക്കുന്നവനെ, ആ കള്ളക്കാമോനെ കണ്ടുപിടിച്ച് അവനെ കത്തിയിട്ടാ. അല്ല നീ എന്റെ പെങ്ങളെ കൂടെ നടക്കുന്നവനെ കണ്ടുപിടിക്കാൻ നടക്കാതെ. എടാ ഒരുത്തന്നെ സഹായം എനിക്ക് വേണ്ട. അവൻ ഈ പള്ളിയങ്കണത്തിൽ കാല് കുത്തിയ ഈ മോനിച്ചൻ അവന്റെ കൈയും കാലും തല്ലി ഒടിക്കും. അവന്റെ കുടലുമാല കുത്തി വെളിയിടും മോനിച്ചൻ. ചെയ്യണം. ഇതല്ല, അവന്റെ കൈയും കാലും വെട്ടി നമ്മളെ കായൽ കൊണ്ട് താഴ്ക്കണം. നീ എഴുതി എണ്ണൊഴിക്കണോ? അത് ശരി. ഇവിടെ ഇരിപ്പുണ്ടായിരുന്ന ഭാഗത്ത് കുമ്പസാരിക്കാനായിട്ട്. അല്ല, ഇന്ന് കുമ്പസാരം കൂതാച്ച എല്ലാം കൂടെ ഞാൻ നടത്തി തരാം. ഇങ്ങനെ മാനയില്ലേ? എന്താ മോനത്തിന് ഉദ്ദേശം എന്താണ്? അങ്ങനെ പല ഉദ്ദേശമുണ്ട്. ഒരു കാര്യമില്ലാതെ കഴിഞ്ഞ വർഷം പള്ളി പെരുന്നാളിന് മൈക്ക് സെറ്റുമായിട്ട് വന്ന മൈക്കിള് ഞാൻ അന്നം പുന്നാരം പോലെ വളർത്തിയ എന്റെ രണ്ട് പെങ്ങന്മാരുടെ ഉള്ളവരെ അടിച്ചോണ്ട് പോയി. അവൻ ഈ പള്ളി അങ്ങനത്തെ കാല് കുത്തിയ എന്റെ പൊന്ന് പീറ്റർ അവന്റെ കുറവാല കുത്തിയാൻ വേണ്ടി. എടാ, അവൾക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ അവൾ ഇറങ്ങിപ്പോയത്. നീ ഇപ്പൊ രണ്ടാമത്തെ പെങ്ങളെ സുഖമായിട്ട് പൊന്നു പോലെ നോക്കണം. നീ രണ്ടാമത്തെ പെങ്ങള് അതെല്ലാം ഉപേക്ഷിച്ച് ഞാൻ. എന്താടാ ഈ പെണ്ണുങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന്. അവളുമാര് ചതിക്കും, പെണ്ണുങ്ങൾ ചതിക്കും. എനിക്ക് വിശ്വാസമില്ല. നീ അങ്ങനെ പറയല്ലേ. പെണ്ണുങ്ങളെ അങ്ങനെ അടച്ചാക്ഷേപിക്കല്ലേ. എടാ, എന്റെ വീട്ടിൽ എനിക്കൊരു ഭാര്യ ഉണ്ടാ. എനിക്ക് അവളെ ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് നീ ഇവിടെ വിശ്വസിച്ചോണ്ട് ഇങ്ങനെ നിന്നോ. ഇപ്പൊ നിന്റെ വീടിന്റെ വാതിൽ കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നത്. വാതിൽ കൂടെ വന്നപ്പോ ഞാൻ നിന്റെ പെരക്കകത്തോട് നോക്കിയപ്പോഴേ ഒരു മഞ്ഞ ഷർട്ടിട്ടവൻ നിന്റെ ഭാര്യയുടെ മടി കിടന്ന് ഉറങ്ങുന്ന കണ്ടിട്ടാ. തോന്നിയാസം പറയല്ലോ. തോന്നിയാസം ഒന്നുമല്ല, നിന്റെ തോന്നിയാസം അവർക്ക് ആവശ്യമാണ്. എടാ, എനിക്ക് മഞ്ഞ ഷർട്ട് ഇല്ല. പിന്നെ എങ്ങനെയാണ്? അതൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ എന്റെ കൂട്ടുകാരൻ വർഗീസിന് ഒരു മഞ്ഞ ഷർട്ട് ഉണ്ട്. അപ്പൊ നിന്റെ കൂട്ടുകാരൻ വർഗീസാണ് നിന്റെ ഭാര്യയുടെ മടി കിടന്ന് ഉറങ്ങുന്നത്. അങ്ങനെ അവൾ എന്നെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ കൊല്ലണം. ഞാൻ നിന്റെ കൂടെ. അവൻ എന്നിട്ട് അവൻ എന്നെ പിടിക്കാൻ വന്നിരിക്കുന്നു കേട്ടോ. പക്ഷെ അവനെ പള്ളി അങ്ങനത്തെ കാല് കുത്തിയാൽ അവനെ ഞാൻ സവാള കഴിയുന്നതാണ് കെടുത്തു. 30 രൂപയുടെ മെഴുകുതിരിയാ വെട്ടിക്കളയല്ലേടാ. നിനക്ക് എന്റെ പൈസ വേണ്ട. വേണ്ട. പൈസ വേണ്ട. എനിക്ക് ജീവൻ മതി. മോനച്ചാ, ഈ പള്ളി പിറന്നാൾ ദിവസം നീ എന്ത് കള്ളത്തോടെ എന്നോട് പറഞ്ഞത്? ഞാൻ എന്ത് പറഞ്ഞു? നീ എന്താ പറഞ്ഞത്? എന്റെ വീട്ടില് എന്റെ ഭാര്യയുടെ മടിയില് എന്റെ കൂട്ടുകാരൻ വർഗീസ് കിടക്കണം അല്ലേ? ഞാൻ കണ്ടാ. ഞാൻ വീട്ടിൽ പോയി നോക്കിടാ. അത് എന്റെ കൂട്ടുകാരൻ വർഗീസ് ഒന്നല്ല. പിന്നെ എനിക്ക് പോലും പരിചയമില്ലാത്ത ഒരാള്. എന്നിട്ട് നീ ചോദിച്ചില്ലേ? എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരോട് ഞാനെന്ത് സംസാരിക്കണം? ഞാനിങ്ങോട്ട് പോകുന്നു. എടാ നീ ഇതൊക്കെ ഒതുക്കിയിട്ട് വല്ല കിഴങ്ങച്ചടത്തിന് പോടാ. വെറുതെ നീ കാര്യം ഞാൻ പറഞ്ഞു. പള്ളി പിറന്നാൾ അലമ്പാക്കാൻ നോക്കണം. നീ പോയാ നീ പോ. ഞാൻ അവരുടെ വന്നു കഴിഞ്ഞാൽ നീ നിൽക്കുന്നോട് ഞാൻ എത്തിക്കാം. അല്ല, നീ കൊണ്ട് തരണം. ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാൻ അതാണ് ഇങ്ങനെ നടക്കുന്നത്. അവൻ എന്റെ കൈ വന്ന് കയറും. അവൻ പള്ളി പിറന്നാൾ അലമ്പാ ഉറപ്പുള്ള കാര്യമാണ്. പ്രദക്ഷിണം വന്നേടാ. പ്രദക്ഷിണം വന്നേ. കൊണ്ടുപോണത് നിങ്ങൾ ആരെയും പേടിക്കണേ?
എടി ആ വളക്കച്ചവടക്കാരൻ പറഞ്ഞു കേട്ടാ എന്ത്? നിന്റെ ആങ്ങളെ മോനിച്ചം കണ്ടു കഴിഞ്ഞാൽ എന്റെ വയറ് കുത്തിപ്പൊടിച്ച് കുടലുമാല ഇട്ടിടുവെന്ന് അപ്പൊ അന്ന് എന്നെ ഇറക്കിക്കൊണ്ട് പോയി പേടിയൊന്നും ഉണ്ടായില്ലല്ലോ. അന്ന് ഞാൻ അറിഞ്ഞ നിന്റെ ആങ്ങൾ ഇത്രയും വലിയ ഗുണ്ടയാണെന്നുള്ള കാര്യം. എന്റെ മനുഷ്യത ഇപ്പൊ വെടിക്കെട്ട് തുടങ്ങും. വാ നമുക്ക് കാണാം. ഇവിടെ നിക്കണ്ട, ഇവിടെ നിന്ന മോനിച്ചം കാണുന്ന്. ഇവിടെ നിന്ന് എന്റെ ആങ്ങളയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും വെടിക്കെട്ട് കാണാം. വെടിക്കെട്ടല്ലേ പടേ, പിന്നെ? അവൻ എന്നെ കാണും, എന്റെ കൈയും കാലും കുടലും ഒക്കെ അവൻ എടുക്കും. അയ്യോ അയ്യോ ദേ വെടിക്കെട്ട് തുടങ്ങി. തുടങ്ങിയാ ആ. വെടിക്കെട്ട് ദേ നോക്ക്. കൊള്ളാം കൊള്ളാം. അയ്യോ ആ, അടിപൊളി, സൂപ്പർ. ആ. ആ കൊടയൊക്കെ പോടല്ല. അയ്യോ ദേ കൊട, കൊട. സൂപ്പർ കൊട, സൂപ്പർ കൊട. അയ്യോ അതല്ല നിങ്ങളുടെ മുണ്ടിൽ ഇത് തീപ്പൊരി അയ്യോ, ഇരിക്കണം, അത് തീയാ. കളയാൻ. എന്റെ അമ്മോ. മനുഷ്യനെ നാണം കെടുക്കാൻ ഒന്ന് ഉടുക്കാൻ പറ്റിയത്. ഞാൻ വലിയ നിക്കറിട്ടിട്ടുണ്ട്, നീ പേടിക്കണ്ട. ഒന്ന് ഉടുക്ക വേഗം. ഇതിപ്പോ കൊട്ടിക്കളഞ്ഞില്ലെങ്കിൽ മൊത്തം നിന്ന് കത്തിയാൻ അറിയാവാ. അതെ അതൊക്കെ പോട്ടെ. നമ്മുടെ പള്ളിയിലെ വെടിക്കെട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? വെടിക്കെട്ട് കുഴപ്പമില്ല, പക്ഷെ നീയും അമ്മയും കൂടെ എന്റെ വീട്ടിൽ നടത്തണ അത്രയും വെടിക്കെട്ടായില്ല. വെടിക്കെട്ടല്ലല്ലോ, പൂരമല്ലേ. ഒരു കണക്കിന് പൂര. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളല്ല എപ്പോഴും എന്തിനാ എന്റെ തോളത്ത് കയറണേ? നിന്റെ തോളത്ത് കയറി നീ എന്നെ വിക്രമാദിത്യനാണ്. ഞാൻ വിക്രമാദിത്യനൊന്നുമല്ല, പക്ഷെ നിങ്ങളുടെ തള്ള അതൊരു വേതാളാ. ഏതാളോ? ആ വേതാളത്തിന് ഞാൻ എന്തെങ്കിലും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തും. അതിന് നിന്നോട് സ്ഥലം വല്ലതും ചോദിച്ചാ അമ്മ പാതാളത്തിലേക്ക് ചവിട്ടിത്താ. സ്ഥലം ചോദിക്കണ എന്തിനാ? 24 മണിക്കൂർ സ്ത്രീധനം കൊണ്ടാന്ന് പറഞ്ഞ ഒച്ചപ്പാടല്ലേ? എടി അതെന്താന്നറിയാവാ, കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് നിന്നെ ഒരു അരിഞ്ഞാച്ചട്ട് പോലും ഇല്ലാതാണ് ഞാൻ വീട്ടിലായിട്ട് വിളിച്ചോണ്ട് പോയത്. അതുകൊണ്ടാണ് എന്റെ തള്ള സ്ത്രീധനം ചോദിക്കണത്. ആഹാ, അന്ന് നിങ്ങളുടെ കൂടെ ഇറങ്ങി വരുമ്പോ എന്റെ കഴുത്തിൽ ഒരു 5 പവന്റെ മാല ഉണ്ടായോ? അത് 5 മാലയായിരുന്നു. 5 അല്ല 5 പവന്റെ മാല. അത് നിങ്ങൾ പണയം വെച്ചില്ലേ? മറ്റുള്ളവർ മുമ്പ് എന്നെ നാണം കെടുത്തിരുത്താ. പിന്നെ? ഞാനത് പണയം വെച്ചൊന്നുമില്ല, ഞാനത് വിറ്റതല്ലേ. അത് ശരി, അത് വിറ്റല്ലേ? മനുഷ്യന്റെ കാര്യം പറഞ്ഞു. മോളി അയ്യോ ദേ പീറ്ററേട്ടൻ. ഹലോ ബീട്രൂട്ട്. ബീട്രൂട്ട് അല്ല ബീറ്റർ. ആ ബീട്രൂട്ട്. ഇതാറ് മൈക്കിള്. ഹായ് സൈക്കിൾ. ആ ശയിപ്പിച്ച്. ഇപ്പൊ ഓക്കെ ഓക്കെ. ഈ പള്ളി പെരുന്നാൾ നടത്തുന്ന ഞാനാണ് പ്രസിഡന്റിയാണ്. ആ താനാണോ പ്രതിസന്ധി? പ്രതിസന്ധി അല്ലടോ പ്രസിഡന്റ്. പ്രതിസന്ധി. പിന്നെ കുറെ നേരമായി വന്നിട്ട് കുറച്ചു നേരമായി വന്നിട്ട്. വെടിക്കെട്ട് കണ്ടായിരുന്ന? പിന്നെ ഇത്തവണത്തെ വെടിക്കെട്ട് ഉണ്ടല്ലോ ഒരു വെറൈറ്റി ഉണ്ടായിരുന്നു. എന്താണ്? അതായത് ഈ വെടിക്കെട്ട് മേലിൽ പോയി പൊട്ടുമ്പോണ്ടല്ലോ വെടിക്കെട്ടുകാരന്റെ പേര് മേലിൽ എഴുതി കാണിക്കും. അതാണ് വെറൈറ്റി. അത് ഞങ്ങളുടെ നാട്ടിലും പള്ളിയിലൊക്കെ വെടിക്കെട്ട് കഴിയുമ്പോ പേരെഴുതി കാണിക്കും, വെടിക്കെട്ടുകാരനെ എഴുതി കാണിക്കും, കാണാമെന്നവർ എഴുതി കാണിക്കും. മേളിലാ? മേളല്ല, പിറ്റേന്ന് ടിവിയിലും പത്രത്തിലും വെടിക്കെട്ട് അപകടം ഇത്ര പേര് മരിച്ചു, വെടിക്കെട്ടുകാരൻ ഉൾപ്പെടെ എന്നും പറഞ്ഞ് കാണിക്കും. പിന്നെ ഇത് വലിയ പെരുന്നാളൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ആനയൊന്നും ഇല്ല. ആനയുണ്ടല്ലോ കുർബാന. ഒന്ന് പോയി ചെല്ലിപ്പിക്കാവനെ. പിന്നെ ആ മോനച്ചന്റെ ഫ്രണ്ട് ഒന്നും പെടണ്ടാട്ടോ. എന്താണ്? അവൻ ആള് നിന്നെ കണ്ടു കഴിഞ്ഞാൽ കുത്തും വെട്ടും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നു. ഇതെന്ത് കാര്യത്തിലാണ് ഈ ലൈഫ് ബോയിനെ അവൻ എന്തിനാണ് ഉപദ്രവിക്കണത്? ലൈഫ് ബോയിയാ? ഇവക്ക് ലൈഫ് കൊടുത്ത, അവന്റെ പെങ്ങൾക്ക് ലൈഫ് കൊടുത്തൊരു ബോയ് ആണ് ഞാൻ. എന്നെ എന്തിനാ ഉപദ്രവിക്കണത് അവൻ? എന്തിനു ഉപദ്രവിക്കണം? എടാ അവള് കൊഞ്ചിച്ച് വളർത്തിയ പെങ്ങളാണ്, അവളെ തട്ടിക്കൊണ്ട് നീ പോയില്ലേ? തട്ടിക്കൊണ്ട് പോയി എന്താ ഫുട്ബോളാ? അവൻ ഫുട്ബോൾ തട്ടുന്ന പോലെ തട്ടു നിന്നെ. അതുകൊണ്ടാണ് പറയുന്നത് പൊന്നു മോളി ഇവനെ വിളിച്ച് എങ്ങോട്ടെങ്കിലും പള്ളി പിറന്നാൾ കൊളവാക്കല്ലേ. എന്റെ പ്രതിസന്ധി, ഞാൻ ഒരു കാര്യം പറയട്ടെ. പ്രസിഡന്റ് ആയിക്കോട്ടെ, ഇവളാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത്. അയ്യോ കണ്ണും കയ്യും കാണിച്ച് എന്നെ വന്ന് ഇറക്കിക്കൊണ്ട് പോയിട്ട്. അങ്ങനല്ല, സത്യം ഞാൻ പറയാം. കഴിഞ്ഞ പെരുന്നാൾ ഞാനിവിടെ വന്നായിരുന്ന, വന്നപ്പോ കറണ്ട് പോയപ്പോ മഴ പെയ്തപ്പോ എല്ലാരും കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് ഓടി കയറിയപ്പോഴേ ഇവളാണ് എന്റെ കയ്യെ വന്ന് കയറി പിടിച്ചു എന്നെ വിളിച്ചോണ്ട് ഓടിയത്. അത് ഞാൻ എന്റെ കൂട്ടുകാരിയുടെ കൈ പിടിക്കുന്ന പോലെ അങ്ങ് പോയതല്ലേ. പിന്നെ കൂട്ടുകാരി എന്റെ കയ്യെ കയറി പിടിച്ചിട്ട് മൈക്കിളെ എനിക്കൊരു ജീവിതം തന്നെ ഒന്നും പറഞ്ഞ് എനിക്ക് ലിപ് ലോക്ക് തന്ന 5 ഉമ്മ എന്റെ ചെവിക്കിട തന്നു. അതായിട്ട് കൂട്ടുകാരി പറയണവള് ആവശ്യമില്ലാതെ മോളി നീ എല്ലാ കാര്യത്തിലും അച്ഛൻ എന്നെ തന്നെ ഇട്ടോണ്ട് ഓടിക്കും. ആരാ നിക്കണ നോക്കി? അയ്യോ 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 മോളി 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 മോളി. അവിടെ താൻ ടീമിന്റെ ഗോളിയാണ് ഇങ്ങനെ കിടന്ന് തുള്ളാനായിട്ട്. അയ്യോ മോളി. ദേ, മോളി വന്നിരിക്കുന്നു. മോളിയുടെ പാട്ട് കേട്ടിട്ടുണ്ടോ? പാട്ടാ? ഇല്ല. കിടുക്കം പാട്ടല്ലേ? കുഞ്ഞുനാള് തൊട്ട് കേക്കണാണ് മോളിയുടെ പാട്ട്. ഇപ്പോഴും എന്റെ ചെവി കിടന്ന് കിലുകിലാ കിലുകിലാന്ന് കേക്കാണ്. എന്താ പാട്ട്? കൊള്ളാം, കുഞ്ഞാള് പോലെ നിന്റെ പാട്ട് കേൾക്കണ. എന്താ പാട്ടെന്ന് അറിയാൻ പാടില്ല, ഏതാ പാട്ടെന്ന്. അതല്ലെന്ന്. പിന്നെ ഞങ്ങൾ പള്ളി കയറ് പിരിക്കുമ്പോ കേക്കണതല്ലേ? കയറ് പിരിക്കുമ്പോ? അല്ല, കൊയറിനിരിക്കുമ്പോ കേക്കണതല്ലേന്ന്. ആ അങ്ങനെ കേൾക്കണതാണ്. അത് കപ്പിയറിങ്ങൊന്നേ. ഇവരങ്ങ് ഒരുപാട് നേരം ഇവിടെ നിർത്തല്ലേ? അറിയാലോ മോനച്ചൻ കണ്ട ഞാൻ വെട്ടും. അത് പോടെ മോനച്ചനെ. നിങ്ങൾക്കാണ് മോനച്ചനെ പേടി, എനിക്കൊരാളെയും പേടിയില്ല. ഈ കപ്പ്യാറുള്ളപ്പോ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ എന്തിനാ മോനച്ചനെ പേടിക്കണത്? കപ്പ്യാരെ കണ്ട അവന്റെ മുട്ട് ഇങ്ങനെ ഇടിക്കും. ഞാൻ അറിയോ, ഞാനിങ്ങനെ എന്റെ ഈ വിരൽ ചൂണ്ടിയാലുണ്ടല്ല ഈ മോനച്ചൻ അവിടെ നിൽക്കും. അറിയാവോ? മനസ്സിലായ? പക്ഷെ എവിടെ നിൽക്കണമെന്ന് മോനിച്ചൻ പറയും. പേടിച്ചു പോയി. ആര്? ഞാൻ. മനസ്സിലായി. കാലേ വീഴ്, കാലേ വീഴ്, മോളി വീഴ്. പടേ കാലേ വീണ മോളി വീണ ഏതെങ്കിലും ഒന്ന് ഉറപ്പിച്ചു പറ. അതല്ല, മോളി അവന്റെ കാലേ പോയി വീഴാൻ. അതിന് അച്ചായ സംഭവിക്കട്ടെ. എന്റെ ഈ മനസ്സ് പറയുന്നു പോയി വീടി. അച്ചായ! പട്ടിക്കുഞ്ഞ് എവിടെയെങ്കിലും കിടപ്പുണ്ടോ? പട്ടിക്കുഞ്ഞല്ല, കൊതുകാണെന്ന് തോന്നുന്നു. ഭയങ്കര മൂളിച്ചാണ് കേൾക്കണത്.
കൊടിച്ചുപെട്ടിയാണ് കല്ലെടുത്തോ പള്ളിപ്പെരുന്നാൾ പട്ടിയാ കൊല്ലണോ സൈക്കിൾ എവിടെ പോയി? സൈക്കിൾ അല്ലടാ പട്ടി, സഹിക്കുന്നില്ല. അത് പോട്ടെ, അവര് വന്നില്ല എന്തായാലും. അതാടാ എനിക്ക് സഹിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, അവര് വന്ന സ്ഥിതിക്ക് പോയി അവർ കൈ കൊടുത്ത് ഷെയ്ക്കാൻ കൊടുത്തേ. അതില്ല അവരുമായിട്ടുള്ള ഷെയ്ക്കാൻ കൊടുക്ക്. നടക്കുന്ന കേസല്ല. അവള് വന്ന് മാപ്പ് പറഞ്ഞില്ലേ? ഒരു കാര്യം ചെയ്യും, ഞാൻ ആ കപ്പ്യാര് പറഞ്ഞോണ്ട് കൈ കൊടുക്കാം. ആ കൈ കൊടുക്ക്. പക്ഷെ ആ മത്തങ്ങ തന്നെ എന്നെ മോത്തേ നോക്കല. കൈ കൊടുക്ക്, കൈ കൊടുക്ക്. നല്ല ദിവസമായിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാം. കൈ കൊടുക്ക്. എന്റെ മൈക്കിലെ കൈ കൊടുക്ക്. പ്രശ്നം ഉണ്ടാക്കരുത്. മുഖത്ത് നോക്കിയാ പ്രശ്നം ഉണ്ടാവുന്നത്. കൈ കൊടു. അത്ര കാര്യമുള്ളൂ. കറക്റ്റാ പിടി, രാട്ടി തിരിക്കാടാ. കറക്റ്റാ പിടി, തിരിക്കല്ലടാ. നീ ആരെങ്കിലും ഒരാളുടെ പക്ഷത്ത് പിടിച്ച് മാറ്റിങ്ങോട്ട്. നിന്നെ ഞാൻ മോനിച്ച ഇല്ലായിരുന്നു. ഇവിടെ നിൽക്കണം. ഇവിടെ മോനിച്ച നിൽക്കണം. അടിയിട്ടിട്ട് നിക്കറിയാൻ പോലെ നിക്കണേ. അറിയാല, കഴിഞ്ഞ വർഷം പള്ളിപ്പെരുന്നാളിന് ഈ പുരുഷാരം നോക്കിക്കാൻ ഇവൻ എന്നെ നാണം കെടുത്തി. അതുകൊണ്ട് ഈ പ്രാവശ്യം പള്ളിപ്പെരുന്നാളിന് ഈ പുരുഷാരം നോക്കിക്കാൻ ഞാൻ ഇവനെ നാണം കെടുത്താൻ പോവാ. പട്ടിയെ നാണം കെടുത്തുന്ന പോലെ. ഈ പകപോക്ക് നല്ലേടാ. നിന്നെ ഞാൻ പിടിച്ചു മാറ്റാം. പിടിച്ചു മാറ്റാം. പിടിച്ചു മാറ്റാം. അച്ഛൻ വിടാ. പിടിച്ചു മാറ്റി. നീ പോയി അച്ഛൻ വിളിച്ചു. അച്ഛനെ വിളിക്ക്. മോനിച്ച അറിയാല, അച്ഛൻ ബിഷപ്പ് എത്തിയിരിക്കും. നമ്മുടെ അച്ഛനും വിശക്കുന്ന അച്ഛന്മാരോട് കഴിക്കാൻ പറയാം. ഇവിടെ എന്റെ പക്ഷെ മാത്രം അറിയേണ്ട കാര്യമില്ല. അതല്ലെന്ന്, അച്ഛൻ ബിഷപ്പോട്ട് അവിടെ ഇരിക്കാൻ നീ പ്രശ്നം ഉണ്ടാക്കരുത്. ഈ പള്ളിപ്പെരുന്നാളെ കൊളാക്കാൻ വേണ്ടിയാണ് ഈ വവ്വാലടുത്തുമായിട്ട് കൊടുത്തത്. ഞാൻ പള്ളി പെരുന്നാൾ കൊളാക്കാൻ വന്നതൊന്നും അല്ല അച്ഛാ. എനിക്ക് എന്റെ അച്ചായനെ എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? ദൂരെ എന്തെങ്കിലും എന്റെ അച്ചായനെ പോകുന്നൊരു നോക്ക് കാണാതെ ഓർത്ത് വന്നതാ. കേട്ടില്ലടാ മോനിച്ച അവള് പറയണത്. പിന്നെ കേക്കാരിക്കാൻ എന്റെ ചെവി പൊട്ടണൊന്നും അല്ലല്ലേ. പിന്നെ നീ എന്തിനാ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണത്? എടാ, എനിക്കറിയാതെ ഇവക്ക് എന്നെ ഇത്ര ഇഷ്ടമാണെന്നുള്ളത്. ഇനി ഒരു കാര്യം ചെയ്യ്, നീ എന്നാ അവന്റെ കാലം വീണ് മാപ്പ് പറഞ്ഞേ. മാപ്പ് പറ. ഞാനാ പറയണത്. നീ പോയി മാപ്പ് പറഞ്ഞ പ്രശ്നം അങ്ങോട്ട് തീരും. മാപ്പ് പറഞ്ഞേ. മോനിച്ചാ കപ്പേര പറഞ്ഞ മാപ്പ് പറ. മാപ്പ് പറ. അളിയാ പാളിയാ മോനിച്ചനളിയാ മാപ്പ് ഞാനോളെ പൊന്നുപോലെ നോക്കണല്ലേ വാളിയാ. അതെ, വലിയ കൊമ്പനാന മെരിക്കണ ഒരു വിദ്യ എന്റെ അടുത്തുണ്ട്. ചെവിയുടെ പുറകിൽ ഉമ്മ കൊടുത്ത് ആരുമായിരുന്നു. കാണിച്ചു തരാം. മോനിച്ചനളിയാ, ഇത് ഇച്ചിരി നേരത്തേക്ക് തന്നിരുന്ന ഈ പ്രശ്നം ഉണ്ടായിരുന്നാണ് നിനക്ക്. നിന്നോട് പ്രത്യേകിച്ച് അച്ഛോ, ഞങ്ങളെ ഇനി ഒരു പ്രശ്നമില്ല. കാരണം അവർക്കൊരു കയ്യബദ്ധം പറ്റി, അത് ഞാനെ കൊണ്ട് ക്ഷമിച്ചു. ഇനിയിപ്പോ ഞാൻ സന്തോഷത്തോടെ അങ്ങോട്ട് കഴിയാൻ പോവാ. അപ്പൊ നിങ്ങൾ 3 പേരും ഒരുമിച്ച സ്ഥിതിക്ക് 2 ദിവസം വീട്ടിൽ നിന്ന് അടിച്ച് പൊളിച്ചങ്ങോട്ട് യാത്രയാക്ക്. അച്ഛൻ 2 ദിവസമല്ല, ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ അളിയനോടൊപ്പം വീട്ടിലുണ്ടാകും. 2 ദിവസം 2 ദിവസം അച്ഛോ, പള്ളിപ്പെരുന്നാളും കഴിഞ്ഞിട്ട് 2-3 ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചിട്ട് പന്നീർത്തിയാ കഴിച്ചിട്ട് പോകുന്നുള്ളൂ. അപ്പൊ പെരുന്നാളിന്റെ കാര്യം നടക്കട്ടെ. ഞാനിപ്പോ ചെന്ന് പറയുമ്പോ അമ്മച്ചിക്ക് വലിയ സന്തോഷമാവും, അവക്കും സന്തോഷമാവും. നീ ഇവിടെ നിൽക്കുവാന്നോ? പെട്ടെന്ന് നീ വീട്ടിലോട്ട് ചെല്ല്. എടാ, നിന്റെ ഇളയ പെങ്ങൾ സിസിയില്ലേ, ഇവിടെ പള്ളിയിൽ ചെണ്ടമേളത്തിന് വന്ന ചെണ്ടക്കാരൻ്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. എന്റെ കത്തി അവിടെ, എന്റെ കത്തി അവന്റെ പുറഞ്ഞു പാല കുത്തി വിളിക്കുന്നു. മോനിച്ച നീ അടങ്ങറാ. നീ വെട്ടാനും കുത്താനൊന്നും പോണ്ട. അടുത്ത വർഷത്തെ പള്ളിപ്പെരുന്നാളിന് അവര് കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വരും. അപ്പൊ നമുക്ക് കോംപ്രമൈസ് ചെയ്യണം. അതേ ശരി. അച്ഛാ, ഞാനൊരു കാര്യം ചോദിക്കട്ടാ, നിങ്ങൾ വർഷാവർഷം പള്ളിയിൽ പെരുന്നാൾ നടത്തുന്നത് കരക്കാർക്ക് ആഘോഷിക്കാനാണ്, അതാ എന്റെ മകന്മാർക്ക് ഒളിച്ചോടി പോകാൻ വേണ്ടിട്ടാണ്? മോനിച്ച ഞാൻ പോണച്ചോ.